കെ.സി. വേണുഗോപാൽ, രാമക്ഷേത്രമാണ് BJP ഉന്നം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നേരിടാനും പ്രതിരോധിക്കാനും കോൺഗ്രസിന് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. കാരണം DK ശിവകുമാറിനെ പോലൊരാളാണ് പറഞ്ഞത് രാജീവ് ഗാന്ധിയാണ് രാമക്ഷേത്രം തുറന്നു കൊടുക്കാൻ ആദ്യം തയ്യാറായതെന്നതാണ്. പിന്നീട് ശശി തരൂരിനെ പോലൊരാൾ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ പോകാമെന്ന്. കേരളത്തിൽ ശശി തരൂരും K. മുരളീധരനും പറയുന്നു ഞങ്ങൾ രാമഭക്തന്മാരാണെന്ന്. അപ്പോൾ കേരളത്തിലെ ഒരു മതന്യൂനപക്ഷത്തെ ഒരു സംശയത്തിന്റെ അല്ലെങ്കിൽ അവരെ ആശങ്കയുടെ നിഴലിൽ നിർത്തുന്ന സമീപനമല്ലേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് രാമഭക്തന്മാരാകുന്നതും പിന്നെ മതന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാ ബുദ്ധിമുട്ടുള്ളത്? രാജീവ് ഗാന്ധിയാണ് ഇത് DK ശിവകുമാറിനെ പോലൊരാൾ പറയുന്നത്. എന്തായിരുന്നു കമൽനാഥിന്റെ നിലപാട് ഈ വിഷയത്തിൽ? ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോരാളുടെ. കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഓരോരാളുടെയും വിശ്വാസങ്ങൾ, വ്യക്തിപരമായ വിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണ്. വിശ്വാസികളുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷേ അവരവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. ഓരോ ജാതിയിലും പെട്ട കോൺഗ്രസിനുള്ള ഒരു സൗന്ദര്യവും അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ്. എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എല്ലാ ജാതിയുമുണ്ട്, എല്ലാ മതമുണ്ട്, എല്ലാ വിശ്വാസങ്ങളുണ്ട് എന്ന് വെച്ച് അത് ആൻറ്റി ഹിന്ദു അല്ല, ആൻറ്റി മുസ്ലിം അല്ല, ആൻറ്റി ക്രിസ്ത്യൻ അല്ല. ഇതൊക്കെ നിന്നുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ കാണുമ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ്. താങ്കൾ തന്നെ അല്പം മുൻപ് പറഞ്ഞു രാമക്ഷേത്രം എന്നൊരു ഒറ്റ അജണ്ടയിലാണ് BJP നീങ്ങുന്നതെന്ന്. ആ അജണ്ടയാണ് BJPയുടെ ഉള്ളിലുള്ളതെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശവാദം ഉന്നയിക്കുന്നു 370 സീറ്റിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു, 400-ലധികം സീറ്റ് NDA പിടിച്ചെടുക്കാൻ പോകുന്നുവെന്ന്. അതിനെ നേരിടാൻ എന്താണ് കോൺഗ്രസിന്റെ കയ്യിലുള്ളത്? ആ അവകാശവാദത്തിനൊന്നും പ്രസക്തിയില്ല. 2004 വാജ്പേയിയും ഇതേ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭൂരിപക്ഷം നേടിയിരിക്കും, ജയിച്ചിരിക്കുമെന്ന്. ഗവൺമെന്റ് വന്നത് UP ആണ്. ഇത് ഗവൺമെന്റ് ജനങ്ങളാണ് അവസാനമായി തീരുമാനിക്കുന്നത്. മോഡി പറയുന്നത് അവരുടെ പൊതുവായ ശൈലിയിൽ, ഡ്രമാറ്റിക് ശൈലിയിൽ വേറെ പ്രതിപക്ഷത്തിനൊന്നും പ്രവർത്തിക്കേണ്ട സാഹചര്യമില്ല, എല്ലാം ഞങ്ങൾ തീർത്തിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്ന് വരുത്തിച്ചിട്ട് ആളുകളെ ഡിമോറലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തന്ത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് ഒരു കൗണ്ടർ സ്ട്രാറ്റജി? ഇപ്പൊ താങ്കൾ പറയുന്നത് രാമക്ഷേത്രമാണ് അവരുടെ പ്രശ്നമെങ്കിൽ കോൺഗ്രസിന്റെ കൗണ്ടർ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ്. ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. നിർഭാഗ്യവശാൽ താങ്കൾ ഇപ്പോൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. താങ്കൾക്ക് എത്ര ഫ്രീഡം ഉണ്ട് ഇന്ത്യ രാജ്യത്ത്? ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങളിൽ എത്ര ചോദ്യങ്ങൾ മോഡിക്കെതിരായി ചോദിക്കുന്നുണ്ട്? മോഡി ചെയ്യുന്നതെല്ലാം 100% ശരിയാണെന്ന് വ്യാഖ്യാനിക്കുന്ന മാധ്യമങ്ങൾ. ജനാധിപത്യത്തിൻ്റെ 4 തൂണുകൾ ഏതൊക്കെയാണ്? പാർലമെൻറ്റിൽ എന്താ നടക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും എതിർ ശബ്ദങ്ങളെ അനുവദിക്കുന്നുണ്ടോ പാർലമെൻറ്റിൽ? നിങ്ങൾ ഒരു ഭാഗത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലത്തെ ഏജൻസികളുടെ ജോലി എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, എല്ലാ ഏജൻസികളെ കൊണ്ടും ആരെങ്കിലും എതിർ ശബ്ദങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്നവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തിനേറെ പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ആകെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ടല്ലേ ഇപ്പോൾ ഒരു മന്ത്രിയെ കൂടി വെച്ചിരിക്കുന്നത് നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്താൻ? അപ്പോൾ ഇവിടെ സത്യത്തിൽ ഒരു ഒഴുക്കിനെതിരെയാണ് കോൺഗ്രസ് നീന്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വിസ്മരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടും കോൺഗ്രസിനോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഗവൺമെന്റിന്റെ ദൗർബല്യങ്ങളെ ഒരിക്കലും തുറന്നു കാട്ടാറില്ല. പണ്ടങ്ങനെയല്ലായിരുന്നു മീഡിയ. പണ്ടത്തെ മീഡിയ എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഓപ്പോസിഷനെ വിമർശിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, 100% സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ചോദിക്കേണ്ട ഗവൺമെന്റിനോടും ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഇവിടുത്തെ ജനാധിപത്യ സ്വാതന്ത്ര്യവും തുറസ്സും അപകടത്തിലാണെങ്കിൽ അതിന് പുറത്തു കൊണ്ടുവരേണ്ട രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളല്ലേ? നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് സർ? ഈ ഞങ്ങൾ നടത്തിയ കന്യാകുമാരി ഇന്ന് കശ്മീർ വരെ 4000 കിലോമീറ്റർ നടന്ന് കുറച്ച് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത രാഷ്ട്രീയ വ്യായാമം നടത്തിയിട്ട് ഓരോ കോണിലും മുക്കിലും കോണിലും 10,000-കണക്കിന് ആളുകളുടെ അഭിപ്രായം രൂപീകരിച്ച് ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതുപോലും റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാനിപ്പോഴും പറയുന്നു, ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങൾ അപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് മാധ്യമങ്ങൾ ഭാരത് ജോഡോ യാത്ര ചർച്ച ചെയ്തിട്ടുണ്ട്? ഒരു പൊളിറ്റിക്കൽ, ഇത്രയും വലിയൊരു ഈ രാജ്യത്തെ പൊളിറ്റിക്കൽ എക്സസൈസ് നടത്തിയത്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ എക്സസൈസ് ആയിരുന്നില്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അതല്ലേ. മണിപ്പൂരിൽ 9 മാസക്കാലമായിട്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോയില്ല. അദ്ദേഹം തൃശ്ശൂരിൽ 10 ദിവസത്തിനുള്ളിൽ 2 പ്രാവശ്യം വന്നു. സമയമില്ലാഞ്ഞിട്ടല്ലോ മണിപ്പൂരിൽ പോകാത്തത്. വ്യക്തമായ നിലപാടാണല്ലോ, പോണില്ല എന്നുള്ള നിലപാടാണല്ലോ. ഞാൻ പോണില്ല. ഞങ്ങൾ യാത്ര നടത്താൻ തീരുമാനിച്ചപ്പോൾ, ഇതിനു മുൻപ് ഞങ്ങൾ ആദ്യം പോയി അവിടെ, രണ്ടാമത് യാത്ര തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ മണിപ്പൂരിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. വലിയ യാത്ര കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ യാത്ര, ആസാമിലെ മുഖ്യമന്ത്രി
നേരിട്ടത് എങ്ങനെയാണ് താങ്കൾ കണ്ടു? എങ്ങനെയാണ് നേരിട്ടത്? അതെ, ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കാൻ പാടുള്ളതായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല എവിടെയും ഒരു ഭയങ്കരമായ മാധ്യമരംഗത്തുള്ള ആളുകൾ ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു പ്രതികരണം. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ഇടും, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇവിടെ ഈ വലിയ ഭീകരാവസ്ഥയെ മറ്റുള്ളവരാരും പ്രവർത്തിക്കേണ്ട, ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്ത് പറയാണ് പരസ്യമാണ്, നിങ്ങൾ ജാഥ നടത്തണ്ട, നിങ്ങൾ പരിപാടി നടത്തണ്ട, നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട, അമ്പലത്തിൽ പോകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല.